അടുത്ത് നമ്മൾ പിന്നെ മക്ബറ സന്ദർശിക്കാൻ പോകുമ്പോൾ, നമ്മൾ ഓരോ മഹാന്മാരുടെ മക്ബറ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ പോയിട്ട് ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആയെ കുറിച്ചിട്ട് ആണ് അറിയാനുള്ളത്. അതായത് നമ്മൾ മക്ബറ ചെന്നിട്ട് നമ്മളൊരു മഹാന്റെ അടുത്ത് ചെന്നിട്ട് ആ മഹാന്റെ ബഹുമാനാർത്ഥം നമ്മൾ ചെല്ലുന്നത്. അപ്പൊ അവിടെ ദുആ ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളതാണ്. അതായത് ഈ മഹാനെ ഇടയാളനാക്കിയിട്ട് നമ്മളോട് പ്രാർത്ഥിക്കലാണോ, അല്ലെങ്കിൽ ഈ മഹാനോട് ചോദിക്കലാണോ, എങ്ങനെയാണ് അതിന്റെ ഒരു വിശദീകരണം ഒന്ന് പറഞ്ഞു തരണം. അത് പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ മക്ബറ സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ പ്രാവശ്യം അജ്മീർ സന്ദർശിക്കാൻ വേണ്ടി പോയിരുന്നു. അതേപോലെ നിസാമുദ്ദീൻ ഔലിയ അവരുടെ മക്ബറ സന്ദർശിക്കാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ഉടനെ വീണ്ടും പോകണം ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒറ്റക്കാണ് പോവാറ്. കൂട്ടത്തില് പിന്നെ ഈ നമ്മുടെ ഈ ഗ്രൂപ്പ് സംബന്ധമായിട്ടല്ല പോകുന്നത്. അതുപോലെ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് പോയി നിർവഹിക്കുമ്പോൾ എങ്ങനെ നിർവഹിക്കാം, ഞങ്ങൾക്ക് ദുആ ചെയ്യുന്നുള്ള അതിനെക്കുറിച്ച് അറിവില്ല. അതേക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവരോട് സലാം പറയാം. പിന്നെ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ടാവും? പ്രത്യേകം ഉത്തരം കിട്ടാൻ പറ്റിയ സ്ഥലമാണ്. ആ നിലക്ക് എന്ത് ചെയ്യുക? നമ്മൾ അവിടുന്ന് ദുആ വർദ്ധിപ്പിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരെ എന്ത് ചെയ്യുക? നമ്മൾ അവരോട് ഷഫാഅത്ത് ചോദിക്കുന്നതും എന്താണ്? നല്ല കാര്യം. നല്ല ആളുകളോട് ഷഫാഅത്ത് ചോദിക്കുന്നത് അതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒക്കെ പഠിപ്പിച്ച രൂപത്തിൽ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? അവിടുന്ന് ദുആ വർദ്ധിപ്പിക്കുക, അവരോട് എന്ത് ചെയ്യുക? ഷഫാഅത്ത് ആവശ്യപ്പെടുക. പിന്നെ അതുപോലെ പിന്നെ ഇമാം ഇബ്നു ഹാജ് അവിടുത്തെ മദ്ഖലിൽ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യുക? അവിടെ കുറച്ച് സമയം മൗനമായി നിന്ന് എന്ത് ചെയ്യുക? അവരുടെ മുഖത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിൽ അവരെ എന്ത് ചെയ്യുക? പിന്നെ കൊണ്ടുവരികയും അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കണ്ണ് ഒക്കെ ഒന്ന് ചെമ്മി എന്ത് ചെയ്യുക? അങ്ങനത്തെ ഒരു നല്ലൊരു അവസ്ഥ എന്ത് ചെയ്യുക? അവിടുന്ന് ഉണ്ടാക്കുക. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ദുആ വർദ്ധിപ്പിക്കുക, അവരോട് ഷഫാഅത്ത് ചോദിക്കുക, അവരെ ആയി എന്ത് ചെയ്യുക? അതാണല്ലോ ഷഫാഅത്ത് എന്ന് പറയുന്ന അർത്ഥം. ആ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക? ദുആ വർദ്ധിപ്പിക്കുക. പിന്നെ ആ സ്ഥലം വളരെ പുണ്യമുള്ള സ്ഥലമായതുകൊണ്ട് എന്ത് ചെയ്യുക? ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. കൂടുതൽ എന്ത് ചെയ്യുക? പിന്നെ ദുആ വർദ്ധിപ്പിക്കുക. പിന്നെ അവരിഷ്ടപ്പെടുന്ന എന്ത് ചെയ്യുക? ശൈലിയും രൂപമൊക്കെ നമ്മൾ എല്ലാ വിഷയത്തിലും എന്ത് ചെയ്യുക? ജീവിതത്തിൽ അവരെ എങ്ങനെയാണോ നമ്മൾ സമീപിക്കാറുള്ളത് അതേ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യുക? പക്ഷെ ആളുകൾ ജീവിതത്തിൽ ഓരോ വ്യത്യസ്ത ശൈലിയായിരിക്കും. അതേ നമ്മൾ പിന്നെ അതൊക്കെ ഇസ്തിഗാസ എന്ന് പറഞ്ഞൊക്കെ തവസ്സുലാണ്. തവസ്സുലിന് ഒരുപാട് രൂപങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഇനാണ് എന്ത്? ഇസ്തിഗാസ തന്നെയാണ്. ഒക്കെ എന്ത് പെട്ടു? ഷഫാഅത്ത് തവസ്സുലിന്റെ ഒരു ഇനാണ് എന്ത്? ഷഫാഅത്ത് ചോദിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ചെയ്യാവുന്നതാണ്, അനുവദനീയമാണ്.